ആനന്ദവനത്തിലെ ശാന്തമായ ആശ്രമത്തിൽ അശ്വിൻ എന്ന ബഹുമാന്യനായ സെൻ മാസ്റ്റർ തൻ്റെ ഉത്സാഹിയായ വിദ്യാർത്ഥി ആരുഷിക്ക് കാലാതീതമായ ജ്ഞാനം നൽകി. ചെറിപ്പൂക്കളാൽ ചുറ്റപ്പെട്ട മുറ്റത്ത് അവർ ഇരിക്കുമ്പോൾ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ ബുദ്ധമത സൗഹാർദ്ദം നിലനിർത്തുന്നതിനുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ അശ്വിൻ പങ്കിടാൻ തുടങ്ങി. ഋഷി മാസ്റ്റർ അശ്വിൻ തുടങ്ങി. നിശബ്ദത അതിൽ തന്നെ ഒരു ഭാഷയാണ്. നമ്മുടെ ബുദ്ധമത ആചാരങ്ങളിൽ പറയാതെ വിടുമ്പോൾ ഐക്യവും ആന്തരിക സമാധാനവും വളർത്തുന്ന ചില വിഷയങ്ങളുണ്ട്. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി വിശുദ്ധമായ നിശ്ചലത ഞങ്ങൾ സംരക്ഷിക്കുന്നു. മനസ്സിലാക്കാനുള്ള ഒരു അന്തരീക്ഷം വളർത്തുക. ആരുഷി കൗതുകത്തോടെ ശ്രദ്ധയോടെ മാസ്റ്ററുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. 1. വ്യക്തിഗത നേട്ടങ്ങൾ. നിങ്ങളുടെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, മാസ്റ്റർ അശ്വിൻ ഉപദേശിച്ചു. എളിമയോടെ നിങ്ങളുടെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ. പൊങ്ങച്ചം നിറഞ്ഞ സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾ നിസ്വാർത്ഥതയും മറ്റുള്ളവരുമായി ആത്മാർത്ഥമായ ബന്ധവും വളർത്തിയെടുക്കുന്നു. ബുദ്ധമത ആചാരങ്ങളിൽ വിനയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആരുഷി തലയാട്ടി. 2. മറ്റുള്ളവരുടെ തെറ്റുകൾ. മറ്റുള്ളവരുടെ തെറ്റുകൾ പറയരുത്, മാസ്റ്റർ അശ്വിൻ തുടർന്നു. ഗോസിപ്പുകളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിഷേധാത്മകതയിൽ നിന്ന് സംരക്ഷിക്കുക. പകരം സ്വയം മെച്ചപ്പെടുത്തലിൻ്റെ സ്വന്തം പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുക. ശ്രദ്ധ അകത്തേക്ക് തിരിച്ചുവിടാനും അനുകമ്പ വളർത്താനുമുള്ള പരിവർത്തന ശക്തി ആരുഷി തിരിച്ചറിഞ്ഞു. 3. കൈവശം വയ്ക്കുന്ന മെറ്റീരിയൽസ്. ഭൗതിക സ്വത്തുക്കൾ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കരുത്, മാസ്റ്റർ പങ്കുവച്ചു. എന്തുകൊണ്ടെന്നാൽ സ്വത്തുക്കളുടെ നശ്വരതയിൽ അറ്റാച്ച്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ആന്തരിക ഗുണങ്ങളുടെ സമൃദ്ധിയിലേക്കും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിൻ്റെ പിന്തുടരലിലേക്കും നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. ഭൗതിക സമ്പത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും ആന്തരിക സമ്പത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആരുഷി ചിന്തിച്ചു. 4. വ്യക്തിപരമായ വിശ്വാസങ്ങൾ. വ്യക്തിപരമായ വിശ്വാസങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യരുത്, മാസ്റ്റർ അശ്വിൻ ഉപദേശിച്ചു. ആത്മീയ വൈവിധ്യത്തിൻ്റെ ടാപ്പസ്ട്രിയിൽ മറ്റുള്ളവരുടെ യാത്രയെ തുരങ്കം വയ്ക്കാതെ അവരുടെ പാതകളെ ബഹുമാനിക്കുക. ജ്ഞാനത്തിൻ്റെയും അനുകമ്പയുടെയും പങ്കുവയ്ക്കലിൽ ഐക്യം കണ്ടെത്തുക. ആത്മീയ വൈവിധ്യത്തിൽ സൗഹാർദ്ദം വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ആരുഷി അംഗീകരിച്ചു. 5. മുൻകാല പരാതികൾ. പണ്ടത്തെ ആവലാതികളെക്കുറിച്ച് പറയരുത്, മാസ്റ്റർ അശ്വിൻ തുടർന്നു. നീരസങ്ങളുടെ ഭാരം അഴിച്ചുവിടുന്നതിലൂടെ നിങ്ങൾ നിലവിലെ സമാധാനത്തിനുള്ള ഇടം സൃഷ്ടിക്കുന്നു. ക്ഷമയിലും ഒരു പുതിയ തുടക്കത്തിനുള്ള എപ്പോഴുമുള്ള അവസരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മുൻകാല വേദനകൾ ഉപേക്ഷിക്കുന്നതിനും ക്ഷമയെ സ്വീകരിക്കുന്നതിനുമുള്ള വിമോചന ശക്തി ആരുഷി തിരിച്ചറിഞ്ഞു. 6. ഭാവി ഉത്കണ്ഠകൾ. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ വർത്തമാനകാല നിമിഷത്തെ മറയ്ക്കുന്ന മേഘങ്ങളെപ്പോലെയാണ്, മാസ്റ്റർ പങ്കുവച്ചു. ഇനിയും വെളിപ്പെടാത്ത ഭയങ്ങളിൽ വസിക്കുന്നത് ഒഴിവാക്കുക. പകരം വർത്തമാനകാലത്തെക്കുറിച്ച് നിങ്ങളുടെ അവബോധം കേന്ദ്രീകരിക്കുക. അത് പ്രദാനം ചെയ്യുന്ന ശാന്തതയിൽ ആശ്വാസം കണ്ടെത്തുക. ഭാവിയിലെ ആകുലതകൾ ലഘൂകരിക്കാൻ ഈ നിമിഷത്തിൽ സ്വയം നങ്കൂരമിടേണ്ടതിൻ്റെ പ്രാധാന്യം ആരുഷി മനസ്സിലാക്കി. 7. മറ്റുള്ളവരുമായി താരതമ്യം. താരതമ്യങ്ങൾ അസംതൃപ്തി ജനിപ്പിക്കുന്നു, മാസ്റ്റർ അശ്വിൻ ഉപദേശിച്ചു. താരതമ്യത്തിൻ്റെ ജ്വാല ഉയർത്തുന്ന ചർച്ചകൾ ഒഴിവാക്കുക. കാരണം ഓരോ വ്യക്തിയുടെയും യാത്ര അതുല്യമാണ്. നിങ്ങളുടെ സ്വന്തം പാതയുടെ സൗന്ദര്യം സ്വീകരിക്കുക. എല്ലാവരും തമ്മിൽ പങ്കിടുന്ന അസ്തിത്വത്തെ സമ്പന്നമാക്കുന്ന വൈവിധ്യത്തെ അഭിനന്ദിക്കുക. അതുല്യമായ യാത്രയിൽ സംതൃപ്തി വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ആരുഷി തിരിച്ചറിഞ്ഞു. 8. ആത്മീയ ശ്രേഷ്ഠത. ആത്മീയ ശ്രേഷ്ഠതയെക്കുറിച്ച് സംസാരിക്കരുത്, മാസ്റ്റർ മുന്നറിയിപ്പ് നൽകി. പ്രബുദ്ധതയെ പിന്തുടരുന്നത് ഒരു എളിയ യാത്രയാണ്. ശ്രേണികൾ സൃഷ്ടിക്കുന്ന ചർച്ചകൾ ഒഴിവാക്കുന്നതിലൂടെ എല്ലാ ജീവികൾക്കും അന്തസ്സോടെ ഉണർവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ വളർത്തിയെടുക്കുന്നു. ആരുഷി തൻ്റെ ആത്മീയ പരിശീലനത്തിൽ വിനയം എന്ന ആശയം സ്വീകരിച്ചു. 9. ലൗകിക അറ്റാച്ച്മെൻറ്റുകൾ.
നിങ്ങളുടെ ചർച്ചകളിൽ ലൗകിക വിഷയങ്ങളോടുള്ള ആസക്തി ഉപേക്ഷിക്കുക. മാസ്റ്റർ അശ്വിൻ പങ്കുവച്ചു. നിർമ്മലതയുടെ ലാളിത്യത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു. ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ കുറയ്ക്കുന്നതിലൂടെ നിങ്ങൾ ആത്മീയ വളർച്ചയുടെ മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നു. ലൗകിക ആശങ്കകളിൽ നിന്ന് വേർപിരിയൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ മൂല്യം ആരുഷി തിരിച്ചറിഞ്ഞു. 10. അയഥാർത്ഥമായ പ്രതീക്ഷകൾ. യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകൾ സ്ഥാപിക്കുന്ന ചർച്ചകൾ ഒഴിവാക്കുക. മാസ്റ്റർ ഉപദേശിച്ചു. വർത്തമാനകാലത്തെ സ്വീകാര്യതയോടെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിറവേറ്റപ്പെടാത്ത പ്രതീക്ഷകളുടെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിതരാവും. ഓരോ നിമിഷവും അതേപടി വിലമതിച്ചുകൊണ്ട് ചുരുളഴിയുന്ന യാഥാർത്ഥ്യത്തിൽ സംതൃപ്തി കണ്ടെത്തുക. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ പുറത്തുവിടുന്നതിലൂടെ ലഭിക്കുന്ന വിമോചനത്തെക്കുറിച്ച് ആരുഷി ചിന്തിച്ചു. 11. ഭാവിയിലെ വ്യക്തിഗത നേട്ടങ്ങൾ. നിങ്ങളുടെ ഭാവി വ്യക്തിഗത നേട്ടങ്ങൾ ചർച്ച ചെയ്യരുത്, മാസ്റ്റർ അശ്വിൻ പറഞ്ഞു. സ്വയം മെച്ചപ്പെടുത്താനുള്ള ശാന്തമായ പരിശ്രമത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും വെളിപ്പെടും. നിങ്ങളുടെ ഭാവി സ്വയം സംസാരിക്കട്ടെ. ഈ നിശബ്ദതയിൽ നിങ്ങളുടെ സ്വന്തം വളർച്ചയുടെ ആഴം നിങ്ങൾ കണ്ടെത്തും. ബുദ്ധമത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ നിശബ്ദതയുടെ ശക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയോടെയാണ് ആരുഷി മുറ്റം വിട്ടത്. മാസ്റ്റർ അശ്വിൻ്റെ മാർഗനിർദ്ദേശം ഒരു വഴി വിളക്കായി മാറി. മനസ്സ് നിറഞ്ഞ സംഭാഷണങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും നിശബ്ദമായ പറയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്തു. If you love to watch this video, you can like, share and subscribe.